2007 തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനടുത്ത് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന കേസ്. വഞ്ചിയൂരിൽ വൃദ്ധയായ ഒരു സ്ത്രീയും ലോട്ടറി വിൽപ്പനക്കാരനായ മകനും താമസിച്ചു വരുന്നു. തൊട്ടടുത്തായി വീടുകളുള്ള സ്ഥലം. അവിടെ വെച്ച് വൃദ്ധയായ സ്ത്രീ കൊല്ലപ്പെടുന്നു. മകൻ ലോട്ടറി വിൽപ്പനയ്ക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അമ്മയെ തലക്കടിച്ച് ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു. വഞ്ചിയൂർ പോലീസ് എത്തുന്നു. അന്വേഷണം ആരംഭിക്കുന്നു. പോലീസ് പട്ടി മണം പിടിച്ച് ഈ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലെ ഒരു ബെഞ്ചിൽ വരെ എത്തി. പിന്നീട് മേൽപ്പാലം വരെ എത്തി. അതിൽ നിന്നും കൊലയാളി റെയിൽവേ സ്റ്റേഷൻ വഴി രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പോലീസിന് മനസ്സിലായി. പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. കൊലപാതകത്തെ തുടർന്ന് പോലീസ് അടച്ച് സീൽ ചെയ്ത് വച്ചിരുന്ന വീട്ടിൽ നിന്നും കുറച്ച് സാധനങ്ങൾ എടുക്കാനായി മകൻ പോലീസിൻ്റെ അനുമതിയോടുകൂടി വീടിനുള്ളിൽ കടന്നപ്പോൾ മുറിയിലെ കട്ടിലിനടിയിൽ ഒരു നീല ജീൻസ് പാൻസ് കാണുന്നു. അതിൽ രക്തം പുരണ്ടിരുന്നു. അത് തൻ്റെ അല്ല, മറ്റാരുടേതോ ആണ് എന്ന് പറഞ്ഞ് മകൻ ആ ജീൻസ് പോലീസിന് കൈമാറി. പോലീസ് അത് കൊലപാതകയുടേതാണ് എന്ന് തന്നെ അനുമാനിച്ചു. പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കെട്ട് ബീഡി, തീപ്പെട്ടി, ഒരു സിനിമാ ടിക്കറ്റ് എന്നിവ പോലീസ് കണ്ടെടുത്തു. പോലീസ് അവ മൂന്നും വിശദമായി പരിശോധിച്ചു. നാഗർകോവിലിലെ ഒരു തിയേറ്ററിലേതാണ് സിനിമാ ടിക്കറ്റ്. പോലീസ് നാഗർകോവിലിലേക്ക് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ നാഗർകോവിൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ബലം കണ്ടില്ല. പോലീസ് ഇരുട്ടിൽ തപ്പി. ലോക്കൽ പോലീസിൽ നിന്നും കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. അന്വേഷണം ആരംഭിച്ചു. അയൽപക്കത്തുകാർ ചിലർ വൃദ്ധയുടെ വീടിനോട് അടുത്തുള്ള ആക്രിക്കടയിൽ സാധനം വാങ്ങാനെത്തുന്ന ഒരു യുവാവിനെക്കുറിച്ച് സൂചന നൽകി. കൊലപാതകം നടക്കുന്ന ദിവസം ആ യുവാവ് വൃദ്ധയുടെ വീടിന് സമീപത്ത് വന്നിരുന്നതായി ചിലർ സംശയം പ്രകടിപ്പിച്ചു. യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലിൽ പ്രത്യേകിച്ചൊരു തെളിവും കിട്ടിയില്ല. അതിനാൽ പോലീസ് വിട്ടയച്ചു. പോലീസ് ഇരുട്ടിൽ തപ്പി. അന്വേഷണം വഴിമുട്ടി. കേസ് തെളിയാതെയായി. 3 വർഷങ്ങൾക്ക് ശേഷം ക്രൈംബ്രാഞ്ച് പുതിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വീണ്ടും ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചു. ഡിവൈഎസ്പി കിഷോർ കുമാറിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം വീണ്ടും ആരംഭിച്ചു. ആദ്യം മുതലുള്ള എല്ലാ സാക്ഷികളെയും മൊഴികളെയും അദ്ദേഹം വീണ്ടും പരിശോധിച്ചു തുടങ്ങി. അന്വേഷണം ഒന്നിൽ നിന്ന് വീണ്ടും തുടങ്ങി. കിഷോർ കുമാറിൻ്റെ ശ്രദ്ധ മുഴുവൻ നീല ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും ലഭിച്ച ബീഡിയിലും തീപ്പെട്ടിയിലും മുടക്കി. ബീഡി സെയ്ദ് ബീഡി എന്ന കമ്പനിയുടേതാണ്. തീപ്പെട്ടി കിസാൻ എന്ന പേരിൽ ഉള്ളതും. കിസാൻ തീപ്പെട്ടി അധികം കാണാത്തതും കുറച്ച് അപൂർവവും ആണല്ലോ എന്ന് കിഷോർ കുമാറിന് തോന്നി. അദ്ദേഹം കിസാൻ തീപ്പെട്ടി കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. കിസാൻ തീപ്പെട്ടി കേന്ദ്രീകരിച്ച് അന്വേഷണം ചെന്നെത്തിയത് ക്രൈംബ്രാഞ്ച് ആദ്യം വിട്ടയച്ച ആക്രിക്കടയിൽ വന്നിരുന്ന ചെറുപ്പക്കാരിലേക്കാണ്. അയാളുടെ ഭാര്യ സഹോദരൻ്റെ വീടിനടുത്തുള്ള കടയിൽ കുറച്ചു കാലം മാത്രം വിറ്റിരുന്നതാണ് കിസാൻ തീപ്പെട്ടി. പോലീസ് അന്വേഷണം ആ യുവാവിലേക്ക് വീണ്ടും കേന്ദ്രീകരിച്ചു. ജീൻസ് അയാൾക്ക് പാകമുള്ളതാണ്. അയാളാകുമോ കൊലയാളി? പോലീസ് അയാളെ രഹസ്യമായി നിരീക്ഷിച്ചു തുടങ്ങി. വിശദാംശങ്ങൾ ശേഖരിച്ചു തുടങ്ങി. പോലീസ് യുവാവിനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. എന്നാൽ അയാൾ ആദ്യത്തെ മൊഴികളിൽ ഉറച്ചു നിന്നു. പോലീസിന് ഒരു സൂചനയും നൽകിയില്ല. തീപ്പെട്ടിയുടെയും ജീൻസിൻ്റെയും മാത്രം തെളിവിൽ അയാളെ പ്രതി ചേർക്കാൻ ആവില്ല. പോലീസ് ബുദ്ധിപരമായി മനഃശാസ്ത്രപരമായി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. യുവാവ് ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്. അന്ന് നോമ്പിൻ്റെ 17ാം രാവാണ്. 17ാം രാവിൽ സ്വർഗത്തിൽ നിന്നും മാലാഖമാർ ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം നൽകുമെന്നാണ് വിശ്വാസം. യുവാവിനെ മതപരമായ വിശ്വാസങ്ങൾ ഉപയോഗിച്ച് പോലീസ് മനഃശാസ്ത്രപരമായി പ്രചോദിപ്പിച്ചു. യുവാവിൻ്റെ മനസ്സ് ചെറുതായി ഉലഞ്ഞു. നാഗർകോവിലിൽ സിനിമാ ടിക്കറ്റ് കണ്ടെടുത്ത തിയേറ്ററിൽ യുവാവിനെ എത്തിച്ചു. അവൻ ചെറുതായി ഓർമ്മകളിൽ വിതുമ്പി തുടങ്ങി. അടുത്തതായി സിനിമാ ടിക്കറ്റ് ലഭിച്ച ആ സിനിമയുടെ ഒരു CD ഇട്ട് യുവാവിനെ കാണിച്ചു. ആ സിനിമയുടെ തുടക്കത്തിലെ വയലൻസ് സീൻ കണ്ട് അവൻ വീണ്ടും തകർന്നു. പോലീസ് 17ാം രാവിൻ്റെ പ്രത്യേകത വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. യുവാവ് പൊട്ടിക്കരഞ്ഞു തുടങ്ങി. അവൻ കുറ്റം ഏറ്റുപറഞ്ഞു തുടങ്ങി. വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന വൃദ്ധയെ അവിചാരിതമായി കൊലപ്പെടുത്തിയത് അയാൾ ആണെന്ന് പറഞ്ഞു തുടങ്ങി. കഞ്ചാവിന് അഡിക്റ്റായ ആ യുവാവ് വൃദ്ധയുടെ വീട്ടിലെത്തി കുറച്ച് രൂപ മോഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം. വീട്ടിൽ എത്തി വൃദ്ധയോട് വെള്ളം ചോദിച്ചു.
അവർ അടുക്കള ഭാഗത്തേക്ക് പോയ തക്കം നോക്കി അവൻ വീടിനുള്ളിലേക്ക് കയറി പണം മോഷ്ടിക്കുവാനായി. മുറിക്ക് ഉള്ളിലേക്ക് കയറി യുവാവിനെ കണ്ട് വൃദ്ധ അലറി വിളിച്ചപ്പോൾ പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടുവാൻ അവൻ അമ്മിക്കല്ലെടുത്ത് വൃദ്ധയുടെ തലക്കടിച്ചു. അവർ തൽക്ഷണം മരിച്ചു. പ്രഥമദൃഷ്ട്യാ തെളിവുകളൊന്നും ഇല്ലാതിരുന്ന കേസ് പലരെയും സംശയിച്ചെങ്കിലും ആക്രിക്കടയിൽ വരാറുണ്ടായിരുന്ന യുവാവിനെ തന്നെ ചോദ്യം ചെയ്തിരുന്നെങ്കിലും യാതൊരുവിധ തെളിവുകളും പ്രതിയിലേക്ക് വിരൽ ചൂണ്ടാതിരുന്നതിനാലും മൊഴികളിൽ വൈരുദ്ധ്യമില്ലാതിരുന്നതിനാലും പോലീസ് മനസ്സിലാകാതെ പോയിരുന്ന കേസ് പിന്നീട് ഒരു തീപ്പെട്ടിയെ കേന്ദ്രീകരിച്ച് ചില മാനസികമായി ചോദ്യം ചെയ്യലുകൾ സമീകരിച്ച് പോലീസ് പ്രതിയെ കണ്ടെത്തിയ കേസ്. ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.